എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ രാവിലെ എണീച്ച് ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ വിന്നറ്റ് പാസ്, അതുപോലെ തന്നെ മറ്റേ മംതോർ, പിന്നെ അതെല്ലാം കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഇന്നത്തെ കാലാവസ്ഥ പക്ഷെ ഭയങ്കര നമുക്ക് അനുകൂലമല്ല കേട്ടോ. ഭയങ്കര കാറ്റും മഴയും, തണുത്തിട്ട് ഒരു രക്ഷയില്ല. നല്ല പിന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നു വെയിൽസിൽ പോയ പോലെ തന്നെ ആ ഒരു കാലാവസ്ഥ തന്നെ, മഴ തന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ഇങ്ങനെ ഒന്നല്ല, അങ്ങനെയല്ല, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു തണുപ്പും കാറ്റും ഉണ്ടായിരിക്കും. ഇത് കണ്ടില്ല, ആ മലയിലൊക്കെ നമുക്ക് നടന്നു പോവായിരുന്നു. പക്ഷെ നമുക്ക് ഈ തണുപ്പായതുകൊണ്ട് ആമിക്കും ആകെ മടിയാ, അല്ലേടി ആമി? പിന്നെ വേറൊരു പ്ലാൻ നമ്മുടെ അടുത്ത്, നമുക്ക് 2 പ്ലാൻ ഉണ്ട്. അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെയാണ്, നമ്മൾ എയർബിഎൻബി ബുക്ക് ചെയ്യുവാണ്. നാളെ മിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പം നാളെ മിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ ഇന്ന് എയർബിഎൻബി എടുത്ത് ഇന്ന് രാത്രി നമ്മൾ അവിടെ ചില്ല് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും കൂടെ നമ്മളെടുത്തുണ്ട്. നമ്മൾ ഓൾറെഡി 2 പേർക്ക് നമ്മൾ റിക്വസ്റ്റ് അയച്ചു, പക്ഷെ അവിടെ ചൈൽഡിനെ അവർ അലോ ചെയ്യുന്നില്ല. അത് അങ്ങനത്തെ ഒരു ചെറിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചൈൽഡിനെ അവർ അലോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വേറെയും ഇപ്പോൾ റിക്വസ്റ്റ് അയച്ച് നിൽക്കുവാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ എയർബിഎൻബിയിലേക്ക് പോകും. ഇപ്പോൾ 11 മണിയായി. നമ്മൾ എണീച്ചത് 9:30 10 മണി കണ്ടായി. നല്ല ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല സുഖത്തിൽ കിടന്നുറങ്ങി. നല്ല രസമാണ്. മഴ പെയ്യുമ്പോൾ ഇതിനകത്ത് ആ സൗണ്ടും മഴയുടെ സൗണ്ടും ഒക്കെ അടിച്ച് കിടക്കാൻ നല്ല രസമാണ്. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം ഈ തണുപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ നിന്നില്ല. കാറ്റാക്കി കഴിയുമ്പോൾ എല്ലാ അയിലും പറക്കും. പിന്നെ ആമി ഓട്ടം എല്ലാം കൂടെ ആയിട്ട് ബുദ്ധിമുട്ടായി. ഇപ്പം ആമി കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ആമി കരച്ചിലായി തണുപ്പായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്ന ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും ഇന്ന് എയർബിഎൻബി എടുക്കണോ അതോ വിന്നറ്റ് പാസിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകണോ, മല കയറണോ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ അടുത്ത് തീരുമാനിക്കും. അങ്ങനെ നമ്മളിതാ വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ. നല്ലൊരു അടിപൊളി ക്യാമ്പ് സൈറ്റ് ആട്ടോ ഇത്. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ആടുകളാണ്. ഇത് കണ്ടോ, എത്ര ആടുകളാണെന്ന് കണ്ടോ. നല്ല രസമാണ്. അതുപോലെ ഇത് കണ്ണെത്താ ദൂരത്തോട്ട് മലയാണ്. നല്ല അടിപൊളി പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവ്. ഇതാണ് പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഒരു പ്രകൃതി ഭംഗിയാണ് കേട്ടോ പീക്ക് ഡിസ്ട്രിക്റ്റിൽ. പിന്നെ ഉള്ളത് പല ഈ അതായത് കേവുകൾ, ഗുഹ പോലെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ നല്ല അടിപൊളി നാഷണൽ പാർക്ക്, അതൊക്കെയാണ് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ മെയിൻ. ഇതുണ്ടോ, നല്ല അടിപൊളി ആട്ടും പറ്റങ്ങളാണ് ഇവിടെ ഫുള്ള്. നമ്മുടെ ഈ മുന്നിൽ കാണുന്ന കേട്ടോ ഒരു ഹൈക്കിംഗ് പോയിന്റ്. അത് അങ്ങ് കണ്ടോ, അവിടെയൊക്കെ ഇതിൻ്റെ മണ്ടയിലൊക്കെ ഒരുപാട് പേര് കയറി നിൽപ്പുണ്ട്. നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഫാമിലായിരുന്നു. അപ്പം മിന്നു ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയതാ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഗേറ്റ് ഉണ്ട്. മീൻസ് ഇവിടെ ഈ ആടുകളൊക്കെ ഇങ്ങനെ ഒരുപാടുള്ളത് കൊണ്ട് ഗേറ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇറങ്ങിപ്പോയി തുറന്ന് പോകണം. അതൊരു പണിയാണ് ഇവിടെ. വിന്നറ്റ് പാസിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ താമസിച്ചിരിക്കുന്ന ആ ഒരു ഏരിയ തന്നെയായിരുന്നു ആക്ച്വലി വിന്നറ്റ് പാസിന്റെ ആ റൂട്ട്. നമ്മള് ഫാമിൽ നിന്ന് ഇറങ്ങിയത് ആക്ച്വലി വിന്നറ്റ് പാസിന്റെ ആ ഒരു റോഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്താണെങ്കിലും ഇവിടെ ഒന്ന് കണ്ടിട്ട് ഇനി അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിതാ വിന്നറ്റ് പാസിലോട്ടുള്ള യാത്രയിലാണ് ഇപ്പം. അങ്ങനെ ഇതാ നമ്മൾ വിന്നറ്റ് പാസിലൂടെയാണ് കേട്ടോ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഫുള്ള് മലയിൽ നടുക്കൊരു കുഞ്ഞു റോഡും അല്ലേ, നല്ല രസമുണ്ട്. ഇതാണ് വിന്നറ്റ് പാസ്, അടിപൊളി. ഓ എൻ്റെ മോനെ, എന്നാ രസമാണ്. ഓ, ഇതിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കൊക്കെ കയറാം. അപ്പം നമ്മുടെ മുന്നിൽ കാണുന്ന ഇതാട്ടോ വിന്നറ്റ് പാസ്. നമ്മൾ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വരണം എന്നുള്ളത്. നമ്മളിതിലെ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് നമ്മളെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പീഡ് വെൽ കേവ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതിനുള്ളിലാണ്. ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ 1:15 1:25 സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് കേട്ടോ ബോട്ട് സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിനകത്ത്. നമുക്ക് ബോട്ടിനുള്ളിൽ ഇതിനകത്തൂടെ പോവാം. ഇത് കണ്ടോ. പിന്നെ ഇപ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തുടങ്ങും കേട്ടോ. ഓക്കെ, അതിൻ്റെ ആൾ വന്നു. ഇവർ തുടങ്ങും കേട്ടോ ഇവിടുന്ന്.
പിന്നെ നമ്മൾ പോവാട്ടോ. ഓക്കെ, ഇതുപോലെ വലിയ ഇറക്കിറങ്ങണ്ടത് ഇതിൻ്റെ അടിയിലോട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നില്ലേ. നോക്കണം മിന്നു, സ്റ്റെപ്പ് ഭയങ്കര ചെറുതാ. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആട്ടോ. എൻ്റെ പൊന്ന്, ഇനി ഈ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ ടൂർ കഴിഞ്ഞപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു അടിപൊളി വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. സ്റ്റെപ്സ് കാണുന്നുണ്ട് മുകളിലോട്ട്. അയ്യോ, എങ്ങനെയാണ് ഇതിൻ്റെ താഴ്ഭാഗം. ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ സ്പീഡ് വെൽ കേവൺ കണ്ടിറങ്ങി കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനകത്തോടെ ഒരു അരമണിക്കൂർ അതിനകത്തോടെ പോയില്ലേ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ പുറത്തിറങ്ങി വേറൊരു സൂത്രം കണ്ടു കേട്ടോ. ഇത് നോക്കി, ഇതുണ്ട്, ഇതൊക്കെ ഒറിജിനൽ ജീവികളാണ് അതിന് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പേപ്പർ വെയിറ്റ് അത് ഇതിന് ഒറിജിനലാണ്. അത് തേളത് ഒറിജിനൽ. അതൊക്കെ പഴുതാരനെ വെച്ചിട്ട് നോക്കി സംഭവം തന്നെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. നേരെ വിന്നറ്റ് പാസിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് കയറാം. ഇനി നമ്മൾ ഈ വിന്നറ്റ് പാസിൻ്റെ ഇതിലൂടെ ഒന്ന് നടക്കാൻ പോവാം കേട്ടോ. നോക്കിയേ, മിന്നും ആമിയും വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ. അവർക്ക് മടിയാണ്. അപ്പം ഞാൻ ഇതിലേ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ആ ഒരു വിന്നറ്റ് പാസും കണ്ട് നമ്മളിപ്പോൾ തിരിച്ച് നടക്കുക കേട്ടോ. നമ്മളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. മിന്നും ആമയും വണ്ടിയിലിരിക്കുക. അവർക്ക് മടിയായി. ഇന്നത്തെ ഫുഡ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്പാർ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. പച്ചക്കറി എന്തെങ്കിലും വേണോ? തക്കാളി, ഉള്ളി എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ? അത് കേടായി പോയിട്ടുണ്ടാവുമോ? നമ്മൾ കൊണ്ടുവന്ന പാല് കേടായിട്ടോ. ഓക്കെ, ചിക്കൻ എങ്ങനത്തെ വേണ്ടത് നമുക്ക്? അങ്ങനെ നമ്മൾ പാലും ചിക്കനൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ആമിക്കൊരു ടോയും മേടിച്ചു. അതിൻ്റെ സന്തോഷം നോക്കിയുള്ള മുഖത്ത് ഇത്ര നേരം ഉറങ്ങിയ പോലെ ആയിരുന്നേ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി അങ്ങ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി. നമ്മളിന്ന് കുറേ നേരത്തെ എത്തിട്ടോ. 4 മണി 4:30 5 മണി അങ്ങോട്ട് ആയതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. മിന്നു പായൊക്കെ വിരിച്ചിരുന്ന് കിടക്കും കേട്ടോ. 4:45 ആയതേ ഉള്ളൂ കേട്ടോ. ഇതേ ഒരാൾ നോക്കിയേ. രാവിലത്തെ വെതർ ഭയങ്കര മോശം വെതറായിരുന്നു കേട്ടോ. ഇന്ന് ഇപ്പോഴും ഇതേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെയും മഴക്കാർ കയറി വരുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡ് വെക്കാനാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് അല്ലെങ്കിൽ ഒരു ഔണിങ് മേടിക്കണം. ഔണിങ് മേടിക്കണം. അതാ ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞു. നീ സമ്മതിക്കാത്തോണ്ടല്ലേ. നമ്മുടെ ഈ ഔണിങ് കാറ്റാകുമ്പോൾ ഭയങ്കരമായിട്ട് പറക്കും ഭയങ്കര. ഔണിങ് സെറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളത് കോഫി വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചോണ്ടിരിക്കുക. ചോറ് വെക്കുവാണ്. നമ്മൾ കുക്കറൊക്കെ ആയിട്ടാണ് വന്നേട്ടാ. കോഫി കുടിക്കാം. പഞ്ചസാര ഇട്ടോ അത്. നമ്മൾ കോഫി കുടിക്കാൻ പോകുന്നത്. എന്നാ പരിപാടി? കഴിഞ്ഞ തവണത്തെ പോലെ ഓട്ടം തുടങ്ങിയേ. വേണ്ട, ഓടാൻ സ്ഥലമില്ലാടി ആമി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴ എന്നൊക്കെ പറയില്ലേ അത്. പെപ്പാ കണ്ടോ വീഴാൻ പോകുന്നുണ്ടോ? ഇപ്പുറത്തൂടെ ആമിയുടെ ചേറിൽ പോയിരുന്നേ. പോയേ
ഇനി നാളെ നമ്മുടെ പരിപാടി എന്തൊക്കെയാ? നാളെ എന്താ പരിപാടി? നാളെ നമ്മൾ ഒന്ന് ലേഡി റിസർവോയർ എന്ന് പറഞ്ഞ ലേഡി ഞാൻ തോന്നുന്നു അത് അവിടെ പോവും. പിന്നെ ഒന്ന് പീക്കാവ് എന്ന് പറഞ്ഞ വേറൊരു കേവ് ഉണ്ട് ഇതേപോലെ തന്നെ. ഓക്കെ, അതിന്റെ ഉള്ളിൽ പോണം. ഉള്ളി തക്കാളി എല്ലാം കൂടെ എടുത്ത് അരിഞ്ഞ് ഇപ്പൊ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവാട്ടോ. ചിക്കൻ നമ്മളിപ്പോ മേടിച്ച ചിക്കൻ റോസ്റ്റ് പീസ് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓയ് 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 എല്ലാവർക്കും ഒരു പാട്ട് പാടി കൊടുത്തേ. ഇത്ര നേരം ചെറിയ മഴയായിരുന്നേ, ഇപ്പം മഴയെല്ലാം മാറി നല്ല സൂര്യൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ കറിയിലോട്ട്. ഞാൻ മസാല എല്ലാം മിക്സ് ആക്കി എടുത്തോണ്ട് പോകുന്ന മിന്നു ഈ ചിക്കൻ കറിയുടെയും മീൻ കറിയുടെ ഒക്കെ ഉസ്താദാണ് കേട്ടോ. അടിപൊളിയായിട്ട് വെക്കും സത്യമായിട്ടും. നമ്മളങ്ങനെ ഫുഡാക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് അടി ഇങ്ങനെ ഈ ഔട്ട്ഡോർ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ ആക്കണം. ക്യാമ്പിങ് വീഡിയോ ഞാൻ മീൻസ് നാട്ടിലാണ് അധികം കാണാറ്. നമ്മൾ നാട്ടിൽ മറ്റേ ഈ ബുൾജറ്റൊക്കെ ഇല്ലേ, അവരൊക്കെ യാത്ര പോകുമ്പം ഫുഡൊക്കെ ആക്കി കഴിക്കാറില്ലേ. അതുപോലെ കുറേ ഫാമിലി ഉണ്ട് കേട്ടോ. നമ്മളെ മലയാളികളല്ലാതെ ഹിന്ദിക്കാരൊക്കെ ഒരുപാട് പേര് യൂട്യൂബ് ചാനലുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ പരിപാടി. അപ്പം കാറ്റ് 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 കാറ്റ്. ഇനി അവനിങ്ങയിലുള്ള വെള്ളം മൊത്തം തെറിച്ചിങ്ങ് വരും. അതാണ് ഇത് വേണ്ടോ, അവനിങ്ങയിൽ വെള്ളം കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക. ആമി ഓൾറെഡി കഴിക്കാൻ തുടങ്ങി. കഴിച്ചോ വിശന്ന് പോയി തോന്നുന്നു. 2-3 പിടി തിന്നല്ലേ. സാധാരണ ഇലയിൽ എറിയുന്നതാണ്, ഒന്നും കഴിക്കുന്നതല്ല അവള്. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാട്ടോ. അപ്പം ഒരു ചെറിയൊരു ഗ്രാമത്തിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. ഇവിടെ കണ്ടോ ഈ വീടിൻ്റെ ഈ ഒരു ചെടി കയറിക്കുന്നുണ്ട് അതിനകത്ത്. ഇത് ഫുള്ള് ഇത് കുറച്ചും കഴിയുമ്പോൾ നല്ല ഓട്ട സീസണല്ലേ, ആ സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് ഇല മൊത്തം റെഡ് കളറാവും. അപ്പോൾ എന്ത് രസമായിരിക്കില്ല കാണാൻ. ഇവിടെ എല്ലാം ഫാം ഹൗസ് ആട്ടോ. ഇതൊക്കെ ഫാമിനോട് ചേർന്നിട്ടുള്ള അവർ തന്നെ വീടാട്ടോ. ഇവിടെയൊക്കെ ആൾ താമസമുള്ള വീടുകളാട്ടോ. എന്നതാടിയാമ്മ അവിടെ ആടുകളല്ലേ ഉണ്ടോ? കുറേ ആടുകൾ അവിടെ നമ്മളെ നോക്കി നിൽക്കും കേട്ടോ. കാറ് കൊടുക്കണ്ടേ, ഞാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ല അവള്. അപ്പൊ ആടിനെ കൊടുക്കുന്നത്. ഒരു കാറ് എവിടെയോ കളഞ്ഞു വിട്ടോടി ഉണ്ടോ? വരുന്ന വഴിക്ക് 4 കാറ് മേടിച്ചായിരുന്നു ഞങ്ങള് കേട്ടാ. എനിക്ക് പോലും തരുന്നില്ല. എന്നിട്ട് ഇപ്പൊ ആടിന് കൊടുക്കുവാള്. വാടി ഇങ്ങോട്ട്. ഇങ്ങനെ നമ്മളിപ്പോ തീ ഇടാൻ പോവാണ് കേട്ടോ. സമയം 8:45-9 മണി എങ്ങാണ്ടായി. ഇന്നലെ ഞങ്ങൾ നേരത്തെ കയറി കിടന്നായിരുന്നു അല്ലേ? ഇന്നലെ 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ കിടന്നായിരുന്നു. ഇന്നലെ കാരണം മഴ ചാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം കയറി കിടന്നു. ഇന്നിപ്പം തെളിഞ്ഞാ നിൽക്കുന്നേ. അതെ ഇന്നത്തെ ഒരു വലിയ സുഖമില്ലാത്ത കാലാവസ്ഥയാണ്, എന്നാലും കുഴപ്പമില്ല. രാവിലെ എഴുന്നേറ്റപ്പോഴായിരുന്നു കേട്ടോ എന്നാ ഒരു കാറ്റും അല്ലേ. രാവിലെ ഭയങ്കര കാറ്റും. നമ്മൾ വിചാരിച്ചു ഇന്ന് തിരിച്ച് പോവാന്നുള്ള ഒരു പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോഴത്തേക്കും ഓക്കെ ആയി. അതായത് ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പം ഓരോരോ ടൈപ്പ് സ്ഥലങ്ങളാണ്. മെയിനായിട്ട് ഒരു ഹൈക്കിംഗ് അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ ഗുഹയുടെ ഒക്കെ അടിയിൽ അല്ലേ ക്യാവ്, അങ്ങനെ കുറേ കേവ് ഉണ്ട് ഇവിടെ. ഈ തുരങ്കത്തിലൂടെ നമ്മൾ പോകുന്ന പോലെ കുറേ കേവ് ഉണ്ട്. ഇന്നത്തെ ആ ഒരു ബോട്ട് യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. എന്തോ ഒരു അതായത് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഇടിച്ചിടിച്ച് തല മുട്ടാതെ ഇങ്ങനെ കുനിച്ചു പിടിച്ച് നല്ല രസമായിരുന്നു. ഒരു അല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. അവർ നമുക്ക് ഒരു ഗൈഡ് ഉണ്ടാവും നമ്മുടെ കൂടെ. അവർ നല്ല അടിപൊളിയായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. എങ്ങനെയാണ് അവർ മൈനേഴ്സ് അവിടെ ജീവിച്ചതെന്നും എങ്ങനെയാണ് അവർ മൈൻ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെയുള്ള കാര്യമൊക്കെ അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഹൈക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ ആമി ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയൊന്നും പറ്റില്ല. തണുപ്പ് മഴ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ഒരു അരക്കൈ നോക്കിയാണ്. ഇതിപ്പോ ഈ തണുപ്പത്ത് ഈ കൊച്ചിനെ കൊണ്ട് വലിച്ചു കയറാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ അതുപോലെ വെയിൽസിൽ പോയപ്പോഴും ഞങ്ങൾക്ക് ഇതുപോലെ കുറേ വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ അവിടെ ഒരു റോളർ കോസ്റ്ററിൻ്റെ ഒരെണ്ണമൊക്കെ ഉണ്ട്, ഒരു കാറിനുള്ളിൽ. അതെല്ലാം ഞങ്ങൾക്ക് മിസ് ചെയ്തായിരുന്നു. മിസ് ചെയ്തതല്ല, ഞങ്ങൾ അതൊക്കെ ഒഴിവാക്കിയായിരുന്നു. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അത് വരില്ല. പക്ഷെ ഇനിയിപ്പം ആമി വലുതാവട്ടെ അല്ലേ ചേ? നമുക്ക് കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നമുക്ക് കയാക്കിങ്ങിന് പോകണം, ഇങ്ങനത്തെ ഹൈക്കിങ്ങിന് പോകണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം.